ഹായ്. 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 എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോതമംഗലം. കോതമംഗലം. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു 34 വർഷമായിട്ട് മിമിക്രി ആർട്ടിസ്റ്റാണ്. ആണ്. അത് തന്നെയാണ് പ്രൊഫഷനായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടു നടക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ മാസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ റെഡിയാണ് ചേട്ടന്റെ പെർഫോമൻസ് കേൾക്കാൻ വേണ്ടി. സൗണ്ട് അടിപൊളി സൗണ്ട് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയും എടുക്കുന്നത് ശബ്ദങ്ങൾ തന്നെയായിരിക്കും. ആരുടെയാണ് ആദ്യം പെർഫോം ചെയ്യാൻ? വടക്കം വീരാതില് മമ്മൂക്ക. കേൾക്കാം. ഇതോ അംഗം ചെറുബാല്യം വിട്ടുമാറാത്ത കുട്ടികളെ കളിക്ക് തൊടുക്കാൻ കൂടി നിന്നത് അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിത്തടുത്ത് ഒഴിഞ്ഞുമാറി എന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന ആ പഴയ പുത്തുരാമടോ, അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വിട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയടവോ? ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയിനോട് തൊടുത്തു മരിച്ച എൻ്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറിച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം തോലുകൾ ഏറ്റുവാങ്ങാൻ ചതിയൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ ഒരു ലൈവ് വോയിസ്. ലൈവ് പിഷാരടി ഉള്ളൊരു വേദിയിൽ അദ്ദേഹം ഭാര്യയെ കുറിച്ച് ഒരു ഡയലോഗ്. കേൾക്കാം. ഭാര്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു രക്തബന്ധമല്ല. ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഏട്ടൻ, അമ്മ, അച്ഛൻ, അമ്മായി, അമ്മാവൻ, ചെറിയച്ഛൻ, വലിയച്ഛനൊക്കെ ഒരു ബന്ധങ്ങളാണ്. അതൊരിക്കലും ഒരു മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധമാണ്. ഭാര്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ മുറിച്ച് മാറ്റാവുന്നൊരു ബന്ധമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഭാര്യയിലൂടെയാണ് ഈ ബന്ധങ്ങളെല്ലാം നമുക്കുണ്ടാകുന്നത്. അടിപൊളി. സൂപ്പർ സൂപ്പർ. ഓക്കെ. മമ്മൂക്ക അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ആരുടെ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? ലാൽ ജോസ് സാറിന്റെ ഡയറക്ഷൻ. ഓക്കെ. കമൽ സാറിൻ്റെ ലൊക്കേഷനിൽ വച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ നടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നടിയോട് സാറ് പറഞ്ഞു ഷോട്ട് റെഡിയാണ് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നടിയോട് പറഞ്ഞു ഷോട്ട് റെഡിയാണ് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ നടി വന്നില്ല. ഈ നടിയുടെ ആയ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെന്താണ് പറയുന്നത്, മാഡത്തിന് മാഡം എന്ന് വിളിക്കണമല്ലയോ അമ്മ എന്ന് വിളിക്കണമെന്ന്. അപ്പോൾ ഇത് ക്ലാഷായി. അപ്പോൾ കമൽ സാറ് ഇങ്ങനെ ഓടി വന്നിട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം എന്ന് ഞാൻ അമ്പരന്ന് പോയി. അപ്പോൾ ആയ പറഞ്ഞു ഇങ്ങനെ മാഡം എന്ന് വിളിക്കുന്നു. അപ്പോൾ സാറാണ് പറഞ്ഞത് സുനിത എന്നല്ലാതെ പിന്നെ പേരെന്തിനാ ഇട്ടിരിക്കുന്നത്? സത്യമായിട്ടും ഞാൻ പേര് പറഞ്ഞില്ല, കമൽ സാറാണ് കേട്ടോ പേര് പറഞ്ഞത്. താങ്ക് യു. പിന്നെ അടുത്ത നമുക്ക് വോയിസ് അബൂബക്കർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ജീവിത കഥകൾ ചോദിക്കും ഞാൻ. ആയിക്കോട്ടെ. അപ്പൊ ശരി, ആ വോയിസും കൂടെ കേൾക്കാം. വലിയ കുഴപ്പമില്ലാത്ത മേലെടുത്ത് ആകുന്നാന കൊച്ചും പാമാന്നിട്ട് കിട്ടുകിടാന്ന് പറയും. അതൊക്കെ പോട്ടട. ഞാൻ കാശ് തന്നത് എൻ്റെ മോക്കൊരു നായകനാക്കാനല്ല, എൻ്റെ അച്ഛൻ്റെ കുട്ടികളും പമ്പറത്ത് ഒരു കിടത്തിൻ്റെ കിടക്കണ വയ്യ, അതുകൊണ്ടാ. താങ്ക് യു. ഈ കലാഭവൻ ശശി കൃഷ്ണ ഇപ്പോഴും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അല്ലേ? പിന്നല്ലേ, ഞാനൊരു 7 വർഷപ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ഞാൻ വീട്ടിൽ ഇരുന്നു. തലയ്ക്കൊക്കെ വലിയ മേജർ ശസ്ത്രക്രിയ, ഇവിടെയൊക്കെ 20 ഫീസായി കാലമുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയാണ് എനിക്ക് 2000-ൽ പരം പാട്ടുകൾ മനപ്പാടാം. ഈ 2000-ൽ പരം പാട്ടുകൾ എൻ്റെ ഭാര്യ, അവള് പാട്ടൊന്നും പഠിച്ചതല്ല, പക്ഷെ ശരിക്കും പാടും. പുള്ളിക്കാരത്തിയാണ് എന്നെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഒരു 4 വരി പാടാം. ഒരു പാട്ട് പാടാം. താരകേ മിഴിയിതളിൽ കണ്ണീരുമായി താഴേ തിരയുവതാരേ നീ. ഇങ്ങനെ ഓഡിയൻസ് പറയുന്ന പാട്ടുകളാണ് ചെയ്യുന്നത്. അതെയോ. പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ 2022 കേന്ദ്ര ഗവൺമെന്റിന്റെ അംബേദ്കർ പുരസ്കാരം, ഫെലോഷിപ്പ് പുരസ്കാരം നേടിയിട്ടുണ്ട് കേട്ടോ ഇക്ക ഞാൻ. വെരി ഗുഡ്. എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? അത് സ്റ്റേജ് പെർഫോമർ. അതെ, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും
ചേട്ടൻ്റെ നമുക്ക് ഇനി അറിയേണ്ടത് എന്താ വെച്ചാൽ ചേട്ടൻ്റെ പെർഫോമൻസിനെ പറ്റിയും പിന്നെ അതിൻ്റെ സ്റ്റാർ റേറ്റിംഗും ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്രു ചേട്ടാ, അല്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റിയും നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം സൗണ്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, തെളിയിച്ച ഒരാളാണ്, ഇത്രയും എന്താ ടാലന്റ് ഉള്ള ഒരാളാണ്. എനിക്ക് മുമ്പേ അറിയാം അല്ലേ, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലേ അടിമാലി മാതാ തിയേറ്ററിൽ. അതെ, അന്ന് ശ്രീരാമൻ ചേട്ടൻ ഷിയാസൊക്കെ ഉണ്ട്. അതെ അതെ. അന്ന് അപ്പം ശരിക്കും നിങ്ങളുടെയൊക്കെ സമയം ഇനിയും വരാൻ കിടക്കുന്നുള്ളൂ. നമ്മൾ ഒരിക്കലും ഇതിന് പ്രായത്തിനൊരിതില്ലല്ലോ. കലയിൽ ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് ആയാലും 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ ഏത് വയസ്സിലാണ് നമ്മളങ്ങോട്ട് ക്ലിക്ക് ആവാന്ന് പറയാൻ പറ്റൂല. അപ്പം നമ്മൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നമ്മളതിങ്ങനെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ സ്റ്റേജ് ചെയ്യുക. പെട്ടെന്നായിരിക്കും ഒരു സുപ്രഭാതത്തിലായിരിക്കും നമ്മൾ രക്ഷപ്പെടുക. പ്രത്യേകിച്ചും ഒരു ഭാര്യ സപ്പോർട്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പം അപ്പം നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കില്ല. ഇപ്പോഴും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഈ വേദി വന്നത് തന്നെ വലിയൊരു രക്ഷയാണ്. ഇത്രയും നാദശാടിയും പക്രുവിൻ്റെ ഒക്കെ മുമ്പിൽ വീണ്ടും വന്നു, അവർക്ക് വീണ്ടും ഓർമ്മയായി. സത്യം. കലാഭവൻ പേര് കേട്ടപ്പോൾ ഞാനിങ്ങനെ നമുക്ക് കുറച്ചും കൂടി സ്നേഹമാണല്ലോ, നമ്മളൊക്കെ കലാഭവനാണല്ലോ. അപ്പം ഇനിയും സമയം കിടക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തകർക്കും. ഇനി നമുക്ക് ആ ഒരു സ്റ്റാർ റേറ്റിംഗും കൂടെ അറിയാം. യെസ്, തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു മിമിക്രി ആർട്ടിസ്റ്റോടെ ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല സ്റ്റാർ തന്നെ കൊടുക്കാം 4 സ്റ്റാർ. 4 സ്റ്റാർ. ഓക്കെ, സൂപ്പർ. 4 സ്റ്റാർ ആണ് നേടിയിരിക്കുന്നത്.